മോഹൻലാലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടം ഏതാ? ദൃശ്യം, കിലുക്കം, ലൂസിഫർ, ചിത്രം, ദേവാസുരം, മണിച്ചിത്രത്താഴ്, കാളാപ്പാനി, പുലിമുരുകൻ, മിന്നാരം, നരസിംഹം, സ്ഫടികം, ഗാറാദപുരൻ, ലൂസിഫർ, ചോട്ട മുംബൈ, രാജാവിന്റെ മകൻ, കമലദളം, സ്ഫടികം, നാടോടിക്കാറ്റ്, ബ്രഹ്മരം, ദേവാസുരം. തന്മാത്ര. ലാലേട്ടൻ എല്ലാം അടിപൊളിയല്ലേ? കോമഡി ചെയ്താലും അടിപൊളിയാ, ആക്ഷൻ ചെയ്താലും അടിപൊളിയാ. കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ. നമ്മുടെ ലാലേട്ടൻ്റെ പിറന്നാളാണ് മെയ് 21. അങ്ങേര് ഇതുവരെ പൊളിച്ചടുക്കിയ ഒരുപാട് മലയാള സിനിമകളുണ്ട്. നമ്മൾ കണ്ട് ചിരിച്ച് സങ്കടപ്പെടുത്തി കരയിപ്പിച്ച് അങ്ങനെ ഒരുപാട് ഇമോഷൻസ് കൊണ്ട് മോഹൻലാൽ അവിസ്മരണീയമാക്കിയ ഒരുപാട് മലയാള ചിത്രങ്ങൾ. മലയാളികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇതര ഭാഷയിലുള്ള ആളുകളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ മോഹൻലാലിൻ്റെ ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്താണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത് എന്ന്, ഇനി എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ബാ. ചേട്ടാ, മോഹൻലാലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടം ഏതാ? മോഹൻലാലിന്റെ സിനിമ പറഞ്ഞടാ രാവണപ്രഭു. രാവണപ്രഭു ഒത്തിരി ഇഷ്ടപ്പെടാൻ കാരണം അത് ദേവാസുരത്തിന് ശേഷം പിന്നെ രണ്ടാം ഭാഗം വന്നൊരു പടമാണ്, കിടിലം പടം. മോഹൻലാലിന്റെ ഒരു ഡയലോഗ് ഇൻസ്റ്റന്റ് ആയിട്ട് പറയാൻ പറഞ്ഞ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഡയലോഗ്. നീ പോ മോനെ ദിനേശ. എല്ലാരും കൂടി കമ്പൈൻ ചെയ്ത ഡയലോഗ് എന്ന് പറയും. ഒരു കോറസ്. ഇവിടെ ഊമയാണ്. പുതിയ തലമുറ. ഇഷ്ടപ്പെട്ട ഒരു മോഹൻലാൽ പടം ഏതാ? നരസിംഹം. നരസിംഹം ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം ആക്ഷൻ അല്ലേ, മാസുകള് കാര്യങ്ങളൊക്കെ അല്ലേ. പുള്ളിയുടെ ഒരു ഡയലോഗ് പെട്ടെന്ന് പറയാൻ പറഞ്ഞത് പറയും. പേടിയല്ല നീലകണ്ഠ, നീ ഇറങ്ങണം എന്നാലേ കളിക്കാവേശം കൂടും. മോഹൻലാലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഏതാ? പടം ലൂസിഫർ. പുള്ളിയുടെ ഒരു ഡയലോഗ് പറയാൻ പറഞ്ഞ ഏത് ഡയലോഗ്? പറഞ്ഞുതരാം പെട്ടെന്ന്. നിന്റെ തന്തയില്ല എന്റെ തന്ത. നല്ല അടിപൊളി ഡയലോഗ്. പിന്നെ നർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്. Narcotics is a dirty business. മോഹൻലാലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടം ഏതാ? പുതിയ തലമുറ. പുലിമുരുകൻ. ടൂറൊക്കെ പോകുന്ന സമയത്ത് മോഹൻലാലിന്റെ ഏത് പാട്ടാണ്? വേൽമുരുക ഹരോഹര. ഏറ്റവും കൂടുതൽ ഡാൻസ് കളിച്ച വേൽമുരുകനാണ്. അങ്ങനെ ഒരു വൈബുണ്ടല്ലോ പാട്ടില്. മോഹൻലാലിന്റെ ഒരു ഡയലോഗ് പെട്ടെന്ന് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു ഡയലോഗ് എപ്പോഴും ഫ്രണ്ട്സ് നീ പോ മോനെ ദിനേശ. പിന്നെ മോഹൻലാലിന് ഇഷ്ടമില്ലാത്ത ആരിലുണ്ടോ? അത് എന്തേ വരുന്നത്? പടം ഇഷ്ടപ്പെട്ട പടം. ഇഷ്ടം മണിച്ചിത്രത്താഴ്, നരൻ, അങ്ങനെ ഒരുപാട് സിനിമകളുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ ഡാൻസ് കളിച്ച മോഹൻലാൽ പാട്ട് ഏതാ? പാട്ട് ഏറ്റവും കൂടുതൽ ഡാൻസ് കളിച്ച പാട്ട് ഏതാ? മറ്റേ കീലു കീലു ചെറുക്കേന് നിനകൻ യോധ. അതന്നെ. വേറെ ഒരുപാട് പാട്ടുണ്ടല്ലോ. ഏതൊക്കെയാ പാട്ട്? അതാം തിനക്കത്തില്ലം തില്ലം തനാകനക്കത്തില്ല മേലങ്ങാലോന. അതന്നെ. പിന്നെ പടയാളിത്തങ്കിത്താക്കിരി പോക്കിരി മാക്കിരി പണിയേറി പണിയാറിയോ. മോഹൻലാൽ ഫാനാണോ? ആണെന്നാ എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്നത് മോഹൻലാലാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും വലിയൊരു മോഹൻലാൽ ഫാനാണ്. മോഹൻലാലിന്റെ ഡയലോഗ് പറയാൻ പറഞ്ഞ മാസായിട്ട് വരുന്ന 5-6 ഡയലോഗ്. പോ മോനെ ദിനേശ, അതാണ് ഫസ്റ്റ് വന്നത്. പിന്നെ തന്നെ ലൂസിഫറിലെ എൻ്റെ പിള്ളേരെ നീ തൊടുകൂടാ, അങ്ങനെയുള്ളതൊക്കെ ഇപ്പോൾ പെട്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. മോഹൻലാൽ ഡാൻസ് കളിച്ച് അടിപൊളിയായിട്ടൊരു പാട്ട് പറയുന്നത് അത് പഴയ ഒരു എന്താ പറഞ്ഞ വിനായകനൊക്കെ ഉള്ളൊരു സിനിമ ഉണ്ടല്ലോ, വിനായകൻ്റെ ഫസ്റ്റ് ഡാൻസ് അതിലായിരുന്നു. പണ്ടത്തെ പടമാണ്. അന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ജനിച്ചിട്ടുണ്ടാവില്ല. മോഹൻലാൽ ഫാനാണോ? മോഹൻലാൽ മമ്മൂട്ടി ഫാനാണ്. പറഞ്ഞോളൂ ബാക്കി. അല്ല ഞാൻ മോഹൻലാൽ. മോഹൻലാലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടം ഏതാ? ദേവാസുരം. ദേവാസുരം. അതെന്താ മോഹൻലാലിന്റെ ദേവാസുരം ഇഷ്ടപ്പെടാൻ? അത് ആ ഒരു ഹെറിറ്റേജ് മൈൻഡ് അങ്ങനെയല്ല, ലൈക്ക് ആ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും നല്ലൊരു ക്യാരക്ടറായിരുന്നു. അതുള്ളൂ. റിപ്പീറ്റ് അടിച്ച് കാണുന്ന മോഹൻലാൽ മൂവി? ദേവാസുരം, രാവണപ്രഭു രണ്ടുമാണ്. പിന്നെ കിരീടം ഇഷ്ടമാണ്, ചെങ്കോൽ ഇഷ്ടമാണ്. കുറച്ചുകൂടെ വിൻറ്റേജ് മൂവീസാണ് താല്പര്യം. മോഹൻലാലിന്റെ ഒരു ഫേമസ് ഡയലോഗ് അല്ലെങ്കിൽ എപ്പോഴും ഓർമ്മ വരുന്ന ഒരു ഡയലോഗ് പറയാൻ പറഞ്ഞത്? ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല, എന്നെയും ബുദ്ധിമുട്ടിക്കരുത്, അങ്ങനെ മാടമ്പിക്കാത്ത. അല്ലില്ല അങ്ങനെയൊന്നുമില്ല. ഞാൻ മോഹൻലാൽ ഫാൻ. ലാലേട്ടൻ. ലാലേട്ടൻ. നിങ്ങൾ വന്ന് എന്ത് ഊര്? ഞാൻ കോയമ്പത്തൂർ. കോയമ്പത്തൂർ. അപ്പൊ തമിഴാ? തമിഴ്. എങ്ങനെ ഇരിക്കണം? മോഹൻലാലിന്റെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും മൂവി പറ. തമിഴാണെങ്കിൽ ഞാൻ തമിഴ് പറയില്ല. മോഹൻലാൽ. ലൂസിഫർ. ലൂസിഫർ.
எதனால மோகன்லால் ரொம்ப பிடிக்கும்? பிரேம் லாலேட்டன் ஆக்ஷன் ரொம்ப பிடிக்கும். அதங்க இல்லை, அதுக்கப்புறம் மாஸ் உண்டல்ல, மோகன்லால் என்ன மாஸ், நிறைய கேரக்டர் இருக்கு மோகன்லால் பண்ணது, நிறைய நல்ல நல்ல ரோல்ஸ் எல்லாம் இருக்கு. மோகன்லால் மலையாளம் படம் பார்த்துருக்கேன். இல்லை, நான் மலையாளத்தில் நிறைய பார்த்ததில்ல, பட் நான் நிறைய தமிழில் மோகன்லால் நடித்தது நிறைய பார்த்துருக்கேன். இது இப்போ இல்லை, ஓல்டு மூவிஸ் கூட நல்லா அந்த ஜெயில் அந்த மாதிரில ஐ டோன்ட் ரீகால் த நேம், பட் സിരൈച്ചാലൈ നന്നായിട്ട് ഇരിക്കുന്ന പടം. ഇവിടുത്തെ അല്ല, ഞങ്ങൾ പുറത്തുനിന്നാണ്, മധ്യപ്രദേശ്. മധ്യപ്രദേശിൽ വരെ മോഹൻലാലിന് ഫാൻസ്. എല്ലായിടത്തും ഉണ്ട് മോഹൻലാൽക്ക് ഫാൻസ്. Mohanlal is one of the greatest actor in India, so who doesn't like Mohanlal? You know Mohanlal? Yes, of course I know Mohanlal. നീ തീർന്നടാ, നീ തീർന്നു. Okay, Mohanlal, which movie you like to Mohanlal? Mohanlal's which movie you like? I think there is one movie that has been made in Telugu also. I think it's Janta Garaj. I think that's that's one of his best, I think. You think? Yeah, I think because I have watched that movie a lot. It's a really often comes on the TV, and it's a really beautiful movie. He's a great actor, a national award winner, superb actor, one of the best, I think. I think one of the best Malayalam cinema has given to India. It's one of the best. ഇങ്ങനെ പോയി ശരിയാവില്ല കേട്ടോ, ഫുൾ ഇംഗ്ലീഷാണ്. മോഹൻലാൽ മലയാളിയാണ്, മലയാളി പറയുന്ന ആരുമില്ല. മോഹൻലാലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം ഏതാണ്? മോഹൻലാൽ എന്ന് പറയുമ്പോൾ എന്താ നിങ്ങളെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്? നമ്മളെന്താ വെച്ചാൽ ഇത്രയും കാലം ചിരിപ്പിച്ചൊരു വ്യക്തിയാണ്, എല്ലാ രീതിയിലും. സങ്കടമാണെങ്കിലും നല്ല രീതിയിൽ അഭിനയിക്കുന്ന വ്യക്തിയാണ്, അടിപൊളിയാണ്. ഏത് ഫിലിമിലെ പെർഫോമൻസ് ആണ് മറക്കാൻ പറ്റാത്തത്? മറക്കാൻ പറ്റാത്തെന്ന് ചോദിക്കുമ്പോൾ എല്ലാ ഫിലിമിലും കുറേ പടങ്ങളോട് കൺഫ്യൂഷനാണ് ആക്ച്വലി. കിലുക്കം, കാലാപ്പാനി എല്ലാം അടിപൊളിയാണ്. മോഹൻലാലിന് ഇഷ്ടപ്പെട്ട ഒരു പടം ഏതാ? പടം പല പടവും ഇഷ്ടമായി. പുലിമുരുകൻ, അതിൽ ശരിക്കും പുലി തന്നെ, പുലിമുരുകനിലെ പുലിയാണ് പുലിയാണ്. മോഹൻലാലിന്റെ പഴയ സിനിമകളൊക്കെ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടോ? പണ്ടൊക്കെ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ കുറേ അധികം നാളായി സിനിമ കണ്ടിട്ട് ഞാൻ. ലാലേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഏതാ? അതിലെ ആക്ഷൻ കൊറിയോഗ്രാഫിയും ആ ഒരു മൊത്തത്തിൽ മേക്കിംഗ് എല്ലാം നല്ലതായിരുന്നു. മോഹൻലാലിന്റെ ഒരു ഡയലോഗ് പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഹൻലാൽ ഡയലോഗ്? എന്റെ പിള്ളേരെ തുറന്നോടാ പോവാണ് ദിനേശ. എനിക്ക് ആ മോഹൻലാലിനെ ഇഷ്ടം തന്നെ. മോഹൻലാലിന്റെ ഒരു കംബാക്ക് പ്രതീക്ഷിക്കുന്ന മൂവി എമ്പുരാൻ 2 നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്, നല്ല ത്രില്ലർ ആവുന്ന പ്രതീക്ഷിക്കണം. മോഹൻലാലിനെ ഇഷ്ടമാണോ? പിന്നില്ലേ, സൂപ്പർ ഫാനോ. മോഹൻലാലിന്റെ ഒരു ഡയലോഗ് പറയാൻ പറഞ്ഞ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഡയലോഗ് എങ്ങനെ? മോഹൻലാൽ മറ്റേ നാട് ലുക്കിൽ വന്ന് രാവണപ്രഭു മോഡൽ ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ പുള്ളി വന്ന് പോലീസ് വേഷത്തിൽ അങ്ങ് കയ്യടി വാങ്ങുന്നതാണോ? ഏത് ടൈപ്പ് ക്യാരക്ടറാണ് മോഹൻലാലിന് കൂടുതൽ ആപ്റ്റ് ആയിരുന്നു തോന്നുന്നത്? എല്ലാം പുള്ളിക്കാരൻ ഏട്ടനല്ലേ, ലാലേട്ടൻ, അപ്പൊ എല്ലാം വേഷം ചെയ്യും. എല്ലാം അടിപൊളിയാണ്. മോഹൻലാൽ ഫാൻസ് ആണോ? എന്റെ പൊന്നു എന്ത് വേണ ചെയ്തു, പക്ഷെ ദേഹോപദ്രവേൽപ്പിക്കരുത്. മോഹൻലാലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടം ഏതാ? ലൂസിഫർ. രാവണപ്രഭു ഫസ്റ്റ് ടൈം കണ്ട പടമാണ്. എങ്ങനെയുണ്ടായിരുന്നു ആ ദിവസത്തെ തിയേറ്റർ എക്സ്പീരിയൻസ്? അടിപൊളി പടം, രക്ഷയില്ല. നൈസ് പടം. ഇപ്പോഴും ഇരുന്ന് കാണും, ഇപ്പോഴും ഇടയ്ക്ക് ചുമ്മാ ഇരുന്ന് കാണും. മോഹൻലാലിന് അത്രയും ഇഷ്ടമാണ്. പിന്നെ മോഹൻലാലിന് 63 വയസ്സാവുന്നത്. അതെ, മോഹൻലാലിന്റെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കഥാപാത്രങ്ങളെ ആ പണ്ടത്തെ ഒരു ഇതിപ്പോൾ ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പണ്ടത്തെ രാവണപ്രഭുള്ള ക്യാരക്ടറൊന്നും ഇപ്പോൾ വരുന്നില്ല. ഇപ്പോഴത്തെ ക്യാരക്ടർ കുഴപ്പമില്ല, എന്നാൽ ആ പണ്ടത്തെ ഒരു ഇതിൽ വരുവാണെങ്കിൽ ഇച്ചിരി അടിപൊളിയായിരിക്കും ആള്. പുള്ളിന്റെ ഒരു കംബാക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഉണ്ടാവും, ഇനിയിപ്പോൾ ഉണ്ടാവും. എമ്പുരാനിലൂടെ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. വരുമെന്ന് പ്രതീക്ഷിക്കുന്നു, വരത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടുമുണ്ട്. എക്സ്പെക്റ്റേഷൻ ആണല്ലോ നമുക്ക്, കിട്ടി പോയാൽ പോയി, അത്രേ ഉള്ളൂ. മോഹൻലാലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം, ഒരു സിനിമ പറഞ്ഞാൽ ഏതാണ്? എന്തുകൊണ്ടാണ് അതത്ര ഇഷ്ടപ്പെടാൻ കാരണം? പൊളിയായതുകൊണ്ട്. പൊളിയായിരുന്നു. പുള്ളിന്റെ ഏറ്റവും കൂടുതൽ ഡാൻസ് കളിച്ച ഒരു പാട്ട് ഏതാണ്? മറ്റേ പടം പേരറിയില്ല, എന്താണ് പടത്തിൽ? മോഹൻലാലിന്റെ എന്താ ഒരു ഡയലോഗ്? ആര് കൂടിയാണ് മോഹൻലാൽ ഏറ്റവും കൂടുതൽ പെയർ ചെയ്യുന്നത് ഇഷ്ടം? ഏത് നായിക? മോഹൻലാലിന്റെ ഒപ്പം ഇരുന്ന് കരഞ്ഞൊരു സിനിമ ഉണ്ട്. മോഹൻലാൽ സ്ക്രീനിൽ ഇങ്ങനെ കരയുമ്പോൾ കൂടെ കരഞ്ഞൊരു സിനിമ. പേരെന്തായിരുന്നു അതിന്റെ? ഏതെങ്കിലും കോമഡി രംഗങ്ങൾ ഓർമ്മയുണ്ടോ? അതിനും പേരറിയില്ല. മോഹൻലാൽ ഫാനാണോ?
അതെ. ആണോ? ആ ഒരു തോള് ചെരിഞ്ഞുള്ള നിപ്പൊക്കെ കാണുമ്പോഴേ അറിയാം മോഹൻലാലിന്റെ ഒരു ഫാനാണ്. അതെ അതെ. എന്താണ് മോഹൻലാൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു സംഭവം? ഓർമ്മ വരുന്നത് ചിത്രം സിനിമ. സ്ഫടികം. സ്ഫടികം. ഏതെങ്കിലും ഒരു ഡയലോഗ് ഓർമ്മ? മറ്റേ ഈ ചെരുവ് വെച്ചിട്ട് ഒരു ഡയലോഗ് ഒന്ന് പറ. നീ പോ മോനെ ദിനേശ്. മോഹൻലാലിന്റെ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, മോഹൻലാൽ പുള്ളി പാടിയ പാട്ടോ അല്ലെങ്കിൽ പുള്ളിന്റെ പടത്തിൽ ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ പറ്റും? ദൂരെ കിഴക്കുതിക്കൻ ചെമ്പഴുക്ക ഞാൻ എടുത്തു വെച്ചേ എന്റെ വീട്ടിലെ താമ്പളത്തിൽ. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ.